ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതികരണം ഞാൻ കണ്ടു. അതിൻ്റെ നേതൃത്വത്തിൻ്റെ അത് വളരെ മെച്ചുവേർഡായിട്ടുള്ള പ്രതികരണമാണ്. ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മത്സ്യബന്ധനത്തിന് തടസ്സം വരുന്ന നിലയിൽ കായലിൽ സീപ്ലെയിൻ ഇറക്കുന്ന ഒരു കാഴ്ചപ്പാട് LDF സർക്കാരിന് ഇല്ല. അതുകൊണ്ട് ഒരു തരത്തിൽ അവർ ആശങ്കപ്പെടേണ്ട. സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി നിന്ന് എങ്ങനെ ഇതിനെ മെറിറ്റ് അടിസ്ഥാനത്തിൽ എല്ലാവരും യോജിപ്പിച്ച് നടത്താനാകുമെന്നുള്ളതാണ് ശ്രമിക്കുന്നത്. ഡാമുകളിൽ ഇതിന് സൗകര്യമൊരുക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾ ആരും എതിരല്ല. ഇനി കായലിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലാത്ത എവിടെയെങ്കിലും പറ്റുമെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്ത് അവരുടെ കൺസെൻറ്റോട് കൂടിയേ അതൊക്കെ നടപ്പിലാക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി ഒരു വിമർശനത്തിന് വിധേയമാക്കി. അത് തങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രി മുതിർന്നിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുകയുണ്ടായി. ശരിക്കും തങ്ങളെ വിമർശനത്തിന് വിധേയരല്ലേ എല്ലാവരും? രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം എല്ലാവരും വിമർശന വിധേയരാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ വിമർശിക്കലാണോ? മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ പറയാനുള്ളതാണോ? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വിമർശനത്തിന് അപ്പുറത്തല്ല, വിമർശന വിധേയനാണ്. അദ്ദേഹവും രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ. മുൻകാല മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്മാരെക്കാൾ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമൊക്കെ ശക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കപ്പെടും. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ ബോധപൂർവ്വം വർഗീയത കുത്തിവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ KPC പ്രസിഡൻറ്റിനെ വിമർശിച്ചപ്പോൾ ഇല്ലാത്ത ബേജാറ് എന്തിനാ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചാൽ? അപ്പോൾ രാഷ്ട്രീയത്തിൽ മതം കലർത്തുകയാണ്, മതവർഗീയത കലർത്തുകയാണ്. മറ്റൊന്ന്, പാലക്കാട് ഇലക്ഷൻ നാളെ നടക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം? ഒരു സംശയമില്ല, ഞങ്ങൾ UDF തമ്മിലാണ് മത്സരം. UDFന് കനത്ത ക്ഷീണം ഉണ്ടാവും. UDFന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ട് ക്രോസ് വോട്ടായി ഞങ്ങൾക്ക് വരും. അതിന് അനുകൂലമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. BJP ദയനീയ പരാജയത്തിലേക്ക്. BJPയെ കൈപിടിച്ചു വരുത്താൻ പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. BJP ആണ് ശക്തം, BJP ആയിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞ് BJP നേതാക്കന്മാർ പോലും അല്ല, ഇതിപ്പോൾ ഈ പാലക്കാട്ടെ കാര്യം തന്നെയാണോ പറയുന്നതെന്ന് സംശയിച്ചു പോവുക. അവർക്ക് പോലും കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഇദ്ദേഹം കോൺഫിഡൻസ് കൊടുക്കുകയാണ്. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേർഷൻ 2 ആയിരിക്കും 2024 പാലക്കാട് തെരഞ്ഞെടുപ്പ്. വയനാട്ടിൽ ഇന്നൊരു ഹർത്താൽ നടക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ആ ഒരു അവഗണന ശരിക്കും ഒരു ദേശീയ ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് ആണോ അതിനെ കേന്ദ്രം കാണുന്നത്? കേന്ദ്രം പകവീട്ടൽ സമീപനമല്ലേ സ്വീകരിക്കുന്നത്? ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സമീപനമല്ലേ. ഇപ്പോൾ ബഡ്ജറ്റ് തന്നെ നോക്കൂ, കേരളത്തിന് വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് ചെയ്തത്. എല്ലാ നിലയിലും നമ്മളെ ശരിപ്പെടുത്തി. എന്തുകൊണ്ടാണ്? നമ്മൾ ശക്തമായ BJP വിരുദ്ധ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നതാണ്. നമുക്ക് അവകാശപ്പെട്ട പണം തരാതിരിക്കുന്ന നിലപാടിനെതിരെ എല്ലാവരും ഒന്നിക്കണ്ടേ? ആ ഒന്നിക്കലിന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും UDFും തയ്യാറാകുന്നില്ല? മുൻപ് വിഷയം പ്രധാനമായിട്ടും BJP ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ആ രീതിയിലേക്കാണോ BJP എടുക്കുന്നത്? അല്ല, സംസ്ഥാന സർക്കാർ അതിനെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കണ്ടത്. അവിടുത്തെ താമസക്കാർ കുടിയൊഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെ മതവർഗീയമായി ഉപയോഗപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്തരം വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തി അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നവരായി കോൺഗ്രസ് മാറി. ആ ക്യാമ്പയിൻ ഈ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് UDF ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഗൗരവം. എന്തായാലും എല്ലാവരും യോജിപ്പിച്ച ആ വിഷയം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തും. പരിഹാരത്തിലേക്ക് എത്തും. എല്ലാ നിലയിലും ആ ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.